അർജുൻ ആയിങ്കിയെ നാടുകടത്തുന്നതിനുള്ള നടപടികളുമായി പോലീസ്. കാപ്പ ചുമത്തുന്നതിനുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ കളക്ടർക്ക് കൈമാറി. 23ഓളം കേസിന്റെ വിവരങ്ങൾ സഹിതമാണ് പോലീസ് റിപ്പോർട്ട്. സംസ്ഥാന റിവ്യൂ കമ്മിറ്റിയാണ് കാപ്പയിൽ അന്തിമ തീരുമാനമെടുക്കുക. പോലീസിനെ നിരന്തരം വെല്ലുവിളിക്കുന്ന അർജുൻ ആയിങ്കിക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ. ആയിങ്കിയെ കാപ്പ ചുമത്തി നാടുകടത്താനുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി കളക്ടർ പി വിഷ്ണുരാജിന് കൈമാറി. വധശ്രമമടക്കം 23 കേസുകളിൽ പ്രതിയായിരുന്നു അർജുൻ ആയിങ്കി. ഇതിൽ പല കേസുകളിലും ജാമ്യം നേടിയിട്ടുണ്ട്. ആയിങ്കിക്കെതിരെ കാപ്പ നിലനിൽക്കുമോ എന്ന കാര്യത്തിലുള്ള നിയമോപദേശം തേടിയിരിക്കുകയാണ് കളക്ടർ. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 23 കേസുകളാണ് അർജുൻ ആയിങ്കിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ 12 എണ്ണവും വളപട്ടണം സ്റ്റേഷൻ പരിധിയിലാണ്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലും ഒരു കേസുണ്ട്. കരിപ്പൂർ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് 2 കേസുകളുമുണ്ട്. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും സമൂഹമാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചതിന് നിലവിൽ അർജുൻ ആയിങ്കി റിമാൻഡിലാണ്. ആയിങ്കിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും വിശദമായി തന്നെ പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറിയും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കാപ്പ ചുമത്താനുള്ള പോലീസ് റിപ്പോർട്ട് സംസ്ഥാന റിവ്യൂ കമ്മിറ്റി പരിശോധിച്ച് ഉടൻ തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.